ഒരു ഉത്തമമായ ഒരു ആഹ്വാനം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷത്തിന്റെ വില എന്തെന്ന് കഴിഞ്ഞ 22 വർഷങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാക്ടിന്റെ വില എന്താണെന്ന് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. എന്റെ സാക്ഷ്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് തീർന്നില്ല. പെട്ടെന്ന് ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ട്രെയിനിൽ പോയി ട്രാക്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ കുറെ ട്രാക്ട് വിട്ടു. ഈ മാസത്തിൽ ട്രാക്ട് എടുക്കാൻ പോയി. മടങ്ങി വരുമ്പോൾ 2 ട്രാക്ട് എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുന്ന സ്റ്റേഷന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെട്ടു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് 2 ട്രാക്ട് എടുക്കാൻ പറഞ്ഞു. ഹിന്ദി ട്രാക്ട്. ഒരാൾ പഞ്ചാബി, ഒരാൾ മലയാളിയാണ്. ദൈവത്തിന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ട്രാക്ട് കൊടുത്തപ്പോൾ മലയാളി ആളുകൾ നിങ്ങൾ എവിടെ ഇറങ്ങാൻ? ഞാൻ ഇടത് സ്റ്റേജിൽ ഇറങ്ങാനാണ്. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തിന്റെ ബോസായിരുന്നു പഞ്ചാബി. അദ്ദേഹത്തിന് ട്രാക്ട് കൊടുത്ത് നിങ്ങൾ വായിക്കൊണ്ട് അടുത്ത സ്റ്റേഷൻ വരെ ദൂരമുണ്ടല്ലോ ഒക്കാണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനോട് ഇറങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. എന്നോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ താമസിക്കും. ഞാൻ ഇവിടെ അടുത്താന്ന് പറഞ്ഞു. അദ്ദേഹം ബോംബെ ബിആർസിയിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ബിആർസിയിലുള്ള ആളുകൾക്കെല്ലാം ജേക്കബ് സാറിനെ വെച്ചാൽ അറിയാം. കാരണം ഏത് അടിപിടി കേസിലും മുമ്പിൽ നിൽക്കുന്ന ആളാണ്. ദൈവത്തിന്റെ സ്തോത്രം. 20 വർഷമായി ഭാര്യയും മകളും ദൈവത്തിന്റെ തിരിഞ്ഞ് കേരളത്തിൽ താമസിക്കുന്നു. ഈ മനുഷ്യന്റെ സ്വഭാവം കാരണം ദൈവത്തിന്റെ ഞാൻ കാണുന്നതിന് 2 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രയാസമുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അങ്ങനെ നടക്കത്തില്ല, നിന്റെ ഭാര്യ വിളിച്ചോളാൻ പറഞ്ഞു. അല്ലെ ആൾക്കാരെ കൊണ്ടുപോകാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുക. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നടക്കത്തില്ല പറഞ്ഞു. അങ്ങനെ ഒന്ന് വീട്ടിൽ വന്ന് കിടക്കുന്ന രാത്രിയിൽ ജീവനുള്ള ദൈവം ആ മനുഷ്യനെ സന്ദർശിക്കാനിടയായി. ദൈവത്തിനോട് സ്തോത്രം. പല പ്രാവശ്യങ്ങൾ അദ്ദേഹത്തെ വിളിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ കൂടെ കിടക്കുന്ന ബാക്കിയായിട്ടുള്ള ആളുകളെ ആ ലൈറ്റിട്ട് ഓൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇനിയും വിളിക്കാനും ചവിട്ടി പുറത്താക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 3ാമതൊരു വിളിക്കേണ്ട ജേക്കബേ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അനേക വർഷങ്ങളായി ബോംബെ പട്ടണത്തിൽ ബിആർസി ജോലി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പണ്ടെന്നോ വന്നപ്പോൾ ബൈബിൾ ഉണ്ടെന്ന് പെട്ടിയുടെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രാത്രി ആ ബൈബിൾ എടുത്ത് ആ കിച്ചണിൽ ലൈറ്റിട്ട് അവിടെ പോയി ആരും കാണാതെ വായിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കുന്നവർ സംശയങ്ങളാണ്. ദൈവമക്കളെ അങ്ങനെ ഉള്ളിൽ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ട്രാക്റ്റുമായി ഞാൻ ഈ ട്രെയിനിൽ വരുന്നത്. ദൈവത്തിനോട് സ്തോത്രം. ആ മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനിടയായി. കാര്യം റിട്ടയർഡാകുവാൻ 3 മാസം ബാക്കിയുള്ളപ്പോൾ ദൈവത്തിന് സ്തോത്രം. 20 വർഷത്തിന് മുമ്പ് തന്റെ ഭാര്യ ദൈവത്തിനോട് ഒരു കാര്യം പറഞ്ഞു. ദൈവമേ എന്നെ ഭർത്താവ് മടങ്ങി വന്ന് ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറയുമോ അന്ന് ഞാനും സ്നാനപ്പെടും. ദൈവത്തോട് ദൈവമക്കളെ ഈ മനുഷ്യനോട് പറഞ്ഞു പക്ഷേ എനിക്ക് 3 മാസം റിട്ടയർഡാകുക, ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ദൈവം നാട്ടിൽ ചെന്നു. തന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ ഫോൺ ചെയ്തു. പക്ഷേ കേൾക്കുന്നത് സത്യമാണോ ചോദിച്ചു. ഞാൻ സത്യമാണെന്ന് പറഞ്ഞു. എന്നാൽ ജേക്കബ് സാറും ഞാനും നിങ്ങളുടെ കൈക്ക് സ്നാനപ്പെടാൻ അടുത്ത ദിവസം ബോംബെക്ക് വരികയാണെന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ പ്രിയ ജേക്കബ് സാറിനെയും ഭാര്യയെയും ചെമ്പോലുള്ള IPC സഭയിലുള്ളതായ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തെ നമ്മെ കൊണ്ട് പലതും ചെയ്തെടുക്കുവാൻ ആഗ്രഹമുണ്ട്. പലപ്പോഴും എനിക്ക് കഴിവില്ലായതുകൊണ്ട് നമ്മൾ പുറകോട്ട് പോകുകയല്ലേ. ഇന്ന് രാത്രി പറയട്ടെ നിനക്കുള്ള താഴ്ന്ന എന്തായിക്കൊള്ളട്ടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായ ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. പാടാനാണോ കഴിവ് അത് നീ ചെയ്യുക. പ്രാർത്ഥിക്കാനാണോ കഴിവ് അത് നീ ചെയ്യുക. സാക്ഷി കൊടുക്കാനാണോ കഴിവ് അത് നീ ചെയ്യുക. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക. സ്വർഗത്തിലെ അപ്പത്തെ പ്രവർത്തിക്കും. ദൈവമില്ലാത്ത പണികളൊന്നും നിലനിൽക്കത്തില്ല. ഏലിശയുടെ ശിഷ്യന്മാർ ഏലിശയോട് പറഞ്ഞതുപോലെ അവർ യോർദാനിൽ പോയി ആരെയും മരങ്ങൾ വെട്ടി. ആ മരം വെട്ടുമ്പോൾ കോടാലി വെള്ളത്തിൽ പോയി. ഏലിശയെ കൂട്ടിന് വിളിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കാനിടയായി. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന് ദൈവത്തിന്റെ വൈദ്യുതി ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾ നികത്തണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ കൊണ്ട് പക്ഷേ കഴിച്ചില്ലെന്ന് വരാം. യാത്രയെ കൊണ്ട് അമ്മയെ കൊണ്ടോ കടവനെ കൊണ്ടോ സൗകര്യ കൊണ്ട് കഴിച്ചില്ലെന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ഏത് പ്രതികൂല വേളയിലും ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും കടന്നു വരുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനാണ് നല്ലവനായ യേശു. അവനാണ് നന്മയുള്ള യേശു. ഇന്ന് രാത്രി യേശുവിനോട് പറയുക യേശുവേ നീ ജീവിതം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ഉടവരുടെ അവിടെ ഒരു വ്യക്തിയെ കാണുന്നു. അവന്റെ പേരാണ് യേശു. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കിലൊന്നും വിളിച്ചിട്ടില്ല.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 9ഉം 10ഉം വാക്യങ്ങളിൽ എഫേസിന്റെ ചരിത്രത്തിലൂടെ 2 വാക്യത്തില് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം എഫേസിനെ കുറിച്ച് വായിക്കുന്നു. എഫേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഗോത്രം പറയാൻ കഴിയുമോ? അവന്റെ അമ്മയവനെ വേദനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് എഫേസ് പേരിട്ടു. എന്നാൽ ദൈവം പറയുന്നു അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ആരാകാലങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ദൈവം തമ്പുരാൻ നമ്മൾ നിർത്തിയിരിക്കുക. അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊള്ളുന്നു. ഹല്ലേലൂയ. നമ്മെ സഭയോട് ചേർക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാരല്ല, സ്വർഗ്ഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ഒരു സഭയുള്ളൂ. ആ സഭയെ ചേർക്കാൻ കർത്താവ് വരാൻ പോവുകയാണ്. ആ സഭയുടെ അംഗമാക്കുന്നത് എന്റെ കർത്താവ് തന്നെയാണ്. ആ സഭയുടെ അംഗം രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ആ വനങ്ങളെ ഉയർത്തിപ്പിടിക്കാത്ത ഒന്ന് ദൈവത്തെ ശ്രദ്ധിക്കാത്ത അത് രക്ഷിക്കപ്പെടുന്ന ഉയർപ്പെടുന്നോ ഇന്ന് രാത്രി നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കാത്ത രക്ഷിക്കപ്പെടുന്നവർ കർത്താവ് സഭയോട് നിൽക്കുകൊണ്ടിരുന്നു. ദൈവത്തെ നന്ദിയോട് സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ഒറ്റ ഒരാൾ പോലും ദൈവത്തിന്റെ സഭയിൽ കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അവിടെ വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. സമയം കഴിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 മിനിറ്റ് കൂടി നിർത്താം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മാന്യനായിരുന്നു. ദൈവമക്കളെ, ദൈവം തമ്പുരാൻ നമ്മെ ആക്കിയിരിക്കുന്ന ദൈവസഭയിൽ നമുക്ക് ഒത്തിരി വ്യസനവും ഭാരവും ഒക്കെ ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം പറയുന്നു ആ സഹോദരൻ ഏറ്റവും മാന്യനാണ്, ആ സഹോദരി ഏറ്റവും മാന്യനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മാന്യതയുണ്ട് അല്ലെങ്കിൽ സഭയിലെ കടന്നു വരുകയാണ്. അങ്ങനെയായ നമ്മുടെ ആരാധന സ്വർഗ തുല്യമായി മാറും. ദൈവത്തെ നമുക്ക് പഠിക്കാനോ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മയവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എഫേസിന് പേരിട്ടു. എന്നാൽ വചനം പറയുന്നു ആയുസ് മുഴുവൻ വേദനപ്പെട്ട് വ്യസനപുത്രനായി വിധിക്കപ്പെട്ടവനായിട്ടെങ്കിലും എഫേസിന്റെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായിരുന്നു, അവൻ രഹസ്യ പ്രാർത്ഥനയുള്ളവനായിരുന്നു. ദൈവമക്കളെ ഭാവിയിൽ പരസ്യമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, കഴിഞ്ഞ 23 വർഷം എന്നെ ഇത്രയും നിർത്തിയത് ഹല്ലേലൂയ ഈ പ്രാർത്ഥനാ ജീവിതം മാത്രമാണ്. ദൈവകൃപയാല് നാട്ടിലാണ്ട് പ്രദേശത്തും ബോംബെയിൽ അത്താറയിലെ തീപിടുന്ന പറയുന്ന സ്ഥലത്തും 2 സഭകൾ ഹല്ലേലൂയ ഉടലെടുക്കുവാൻ സ്വർഗത്തിലെ അമ്മ ഞങ്ങളെ കുടുംബമായി ഉപയോഗിച്ചു. 26 പേരെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം ദൈവം ബോംബെയിൽ തീപിടുന്ന പറയുന്ന സ്ഥലത്ത് കർത്താവിടെയാക്കി. ഞാൻ എന്റെ ഭാര്യ മക്കളുമായി വാരി കെട്ടിക്കൊണ്ടു വീട് വാടകയ്ക്കെടുത്ത് ഏറെ ആരംഭിച്ചു. ദൈവത്തെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ നല്ല താല്പര്യങ്ങളെ മാനിച്ചു. പ്രാർത്ഥന കൊണ്ട് മാത്രം പ്രാർത്ഥന കൊണ്ട് മാത്രം ബോംബെ പട്ടണം വരികയാണെങ്കിൽ നിങ്ങൾ തീമുടിയിൽ വരണം. പ്രൈസോട് ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെയുണ്ട്. ഇന്ന് ഞാൻ സൂക്ഷിക്കുന്ന വസായി സഭയിൽ ഞാനിപ്പോൾ 4-ാം വർഷം ശുശ്രൂഷിക്കുന്നു. അതിനുമുമ്പ് ഞാൻ തുടങ്ങിയ സഭയിലാണ് ശുശ്രൂഷിച്ചത്. 6 വർഷം ശുശ്രൂഷിച്ചു. എന്റെ വിശ്വാസിയായിരുന്ന സഹോദരൻ എഞ്ചിനീയറായി ജോലി ചെയ്ത് സുവിശേഷത്തിലേക്ക് അദ്ദേഹം ആ സഭയുടെ ശുശ്രൂഷകനാണ്. ദൈവത്തെ നന്ദിയോട് സ്വന്തം ദൈവമക്കളെ വെറുതെ ഞാൻ പറയുകയില്ല. ജീവിതത്തിൽ ഉണ്ടായിരുന്നൊരു ഗുണം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഈ തിരക്കേറിയ പട്ടണത്തില് വാതിൽ ഓടിക്കുമ്പോൾ അപകടങ്ങൾ മുമ്പിലുണ്ട് കേട്ടോ, പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട്, കഷ്ടങ്ങൾ മുമ്പിലുണ്ട്, പരാജയങ്ങൾ പരാജയപ്പെടുത്തുവാൻ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ശിഷ്യന്മാർ ക്ഷണിച്ചതുപോലെ ആ ദൈവത്തിന്റെ ജീവിതപ്പടയിൽ കർത്താവിനെ കൂട്ടിക്കൊള്ളണം. അതുവഴിയായി ജീവിതത്തിലുണ്ടായിരുന്നതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്വന്തം ഈ സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും കേട്ടു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. നിശ്ചയമായി ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നവർ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ആരും പ്രാർത്ഥിച്ചില്ല, നിങ്ങളുടെ സഭയിൽ സൂക്ഷിക്കുന്ന ദൈവദാസം പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടി, ദൂരെ കിടന്ന മറുപടി നിങ്ങളെ അടുക്കപ്പെടുന്നത്. ഒരു കാര്യം മറക്കരുത്, ആ മറുപടി നിങ്ങളുടെ കയ്യിൽ തരണമെങ്കിൽ രാത്രിയുടെ വേളകളിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ച മറുപടി നിങ്ങളുടെ കയ്യിലേക്ക് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒന്ന്
നീണ്ട കരമെന്റെ മേൽ വെക്കണം. നീ എന്നെ അനുഗ്രഹിക്കണം. എന്റെ അതിൽ വിസ്താരമാക്കണം. അനർത്ഥം എനിക്ക് ദർശന കാരണമാകാതെ എന്നെ നീ കാക്കണം. വചനം പറയുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് കണ്ണുകളാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവത്തോട് ഇന്ന് രാത്രിയിൽ എഫേസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. യാക്കോബ് അങ്ങോട്ട് പോയപ്പോൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഞാൻ പോകുന്ന യാത്ര നീ എന്നോടുകൂടെ ഇരിക്കും. ഞാൻ പോകുന്ന ഇടത്തിലേക്ക് ഭക്ഷണവും വെള്ളവും തന്ന് എന്റെ സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവപ്രസവത്തിന് എനിക്ക് ലഭിക്കുന്നതിനൊക്കെയും ഞാൻ ദൈവത്തിന് കൊടുക്കും. ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടാകും. ദൈവത്തോട് യാക്കോബ് വഴി യാത്ര പ്രാർത്ഥിച്ച പ്രാർത്ഥന സുഹൃത്തുക്കൾ കേട്ടു. യാക്കോബ് പറയുന്നു, ഹല്ലേലൂയ, ഞാനൊരു വഴി ഓടി യോർദാൻ കഴിഞ്ഞ് അങ്ങോട്ട് പോയി, ഈ നദി കടന്ന് ഞാൻ അങ്ങോട്ട് പോയി. എന്നാൽ ഇന്ന് ഞാൻ രണ്ട് കൂട്ടമായി മടങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. യാക്കോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെങ്കിൽ, എബ്രേസിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെങ്കിൽ, ആ ശിഷ്യന്മാരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെങ്കിൽ, ദൈവത്തിന് ദോഷാധ്യയുള്ള ദൈവമക്കളെ, ദൈവസഭയെ, ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുക മതിയായ ദൈവമാണ്. നമ്മുടെ ദേശത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുക ദൈവം മതിയായ ദൈവമാണ്. ആ ദൈവത്തിന് അടിപൊളിക്കാൻ കർത്താവിനെ സഹായിക്കട്ടെ. ഈ സമയം അനുവദിച്ചത് കർത്താവിന്റെ എല്ലാത്തിനോടും സഭയോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ